എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ സയൻസിന്റെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പറായ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൽ HTML കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് 2 ഡിസ്കഷൻ ആണ്. അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ, അതായത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടെ സീലിംഗ് 30 മാർക്കാണ്. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ്? 5 മാർക്ക് വീതമാണ്. മാക്സിമം 30 മാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഒന്ന് രജിസ്റ്റേഴ്സ് ആണ്. ദെൻ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ അല്ലേ, ഫൈൻഡ് ദി സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് നമ്പേഴ്സ്. നെക്സ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ദി പ്രോസസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇൻ 1s and 2s കോംപ്ലിമെന്റ്. പിന്നെ എന്താണ്? ഡിസ്കസ് എനി 5 ഡിജിറ്റൽ കോഡ്സ്, പിന്നെ ഗെറ്റ് ആൻഡ് പോസ്റ്റ് റിക്വസ്റ്റ് മെത്തേഡ്സ്, പിന്നെ ബേസിക് ടേബിൾ ടാഗും ആട്രിബ്യൂട്ട്സും, പിന്നെ സെലക്ടർ ക്ലാസും സ്യൂഡോ ക്ലാസും. പിന്നെ എന്താണ് എസ്സേക്ക് ചോദിച്ചത്? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആൻഡ് എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് ഈച്ച് യൂണിറ്റ്. പിന്നെ എന്താണ്? എക്സ്പ്ലെയിൻ ഫോളോയിങ്ങിലെ WWW, HTTP, DNS, CSS ആൻഡ് വെബ് ബ്രൗസർ. സോ ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, രജിസ്റ്റേഴ്സ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ അല്ലേ. ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണുള്ളത്? ഒന്ന് ഡാറ്റ രജിസ്റ്റർ ആണ്. അപ്പോൾ അതിൻ്റെ സിമ്പൽ എന്താണ്? DR ആണ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത്? 16 അല്ലേ. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഓപ്പറൻഡ് ഹോൾഡ് ചെയ്യാം. ഹോൾസ് മെമ്മറി ഓപ്പറൻഡ് അല്ലേ. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ എടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു അഡീഷൻ ഓപ്പറേഷൻ അല്ലേ, 2+3 ആണെങ്കിൽ ഈ 2ഉം 3ഉം ആണ് ശരിക്കും എന്ത്? ഓപ്പറൻഡ് അല്ലേ. ഈ പ്ലസ് ആണെന്ത്? ഓപ്പറേറ്റർ. സോ ഓപ്പറൻഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണെന്ത്? ഡാറ്റ രജിസ്റ്റർ. അതായത് ഡാറ്റയെ ഹോൾഡ് ചെയ്യാനുള്ള രജിസ്റ്റർ ആണെന്ത്? ശരിക്കും ഡാറ്റ രജിസ്റ്റർ. അടുത്താണെന്ത്? അഡ്രസ് രജിസ്റ്റർ അല്ലേ. അപ്പോൾ ഇതിന്റെ സിമ്പൽ എന്താണ്? AR ആണ്. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 12 ആണ്. ദെൻ എന്താ അത് ഹോൾഡ് ചെയ്യുന്നത്? ഹോൾഡ്സ് അഡ്രസ് ഫോർ ദി മെമ്മറി അല്ലേ. അതായത് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് എവിടെ ഹോൾഡ് ചെയ്യുന്നത്? അഡ്രസ് രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്യുന്നത്. മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് എവിടെ ഹോൾഡ് ചെയ്യുന്നത്? അഡ്രസ് രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്യുന്നത്. അടുത്തത് അക്യുമുലേറ്റഡ് രജിസ്റ്റർ അല്ലേ. അപ്പോൾ അതിന്റെ സിമ്പൽ എന്താണ്? AC ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 16 ആണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? ശരിക്കും ഒരു പ്രോസസ്സിനെ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതിനനുസരിച്ചാണ് എന്ത് ചെയ്യാം അക്യുമുലേറ്ററിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഒരു അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷന്റെ ഏതെങ്കിലും ഒരു ഓപ്പറന്റ് ആണെന്ത് അക്യുമുലേറ്ററിൽ സാധാരണ ഹോൾഡ് ചെയ്യാറ്. അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ. അതിന്റെ സിമ്പൽ IR ആണ്. നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 16 ആണ് അല്ലേ. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യാനുള്ള രജിസ്റ്റർ ആണ് ശരിക്കും എന്ത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ. കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഹോൾഡ് ചെയ്യാനാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ PC അല്ലേ. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാനാണ് ശരിക്കും പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ അല്ലേ. ഇപ്പൊ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 12 ആണ്. ദെൻ ടെമ്പററി രജിസ്റ്റർ എന്താണ്? ടെമ്പററി ഡാറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള രജിസ്റ്റർ ആണ് എന്ത്? ടെമ്പററി രജിസ്റ്റർ അല്ലേ. നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 16 ആണ്. സിമ്പിൾ TR ആണ്. ദെൻ ഇൻപുട്ട് രജിസ്റ്റർ ഉണ്ട്, ഔട്ട്പുട്ട് രജിസ്റ്റർ ഉണ്ട്. ഇപ്പൊ ഇൻപുട്ട് രജിസ്റ്റർ INP 6 ഉം ഔട്ട്പുട്ട് രജിസ്റ്റർ ഔട്ട് 6 അല്ലേ. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് ബിറ്റ്സ് എത്രയാണ്? 8 അല്ലേ. ദെൻ ഇൻപുട്ട് രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇൻപുട്ട് ക്യാരക്ടർ ക്യാരി ചെയ്യാം. ദെൻ ഔട്ട്പുട്ട് രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഔട്ട്പുട്ട് ക്യാരക്ടർ ക്യാരി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്ലോ ചാർട്ട് ആണ് അല്ലേ. ഫ്ലോ ചാർട്ട് ഫോർ ഫൈൻഡിങ് സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ. അപ്പം ഒരു സെറ്റ് ഓഫ് ഓഡ് നമ്പറിന്റെ അല്ലേ, അതായത് ഒറ്റ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ശരിക്കും നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ഗിവൺ സെറ്റ് ഓഫ് നമ്പർ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 1 to 5 വരെ ചെയ്യാം. അപ്പോൾ 1 മുതൽ 5 വരെ അല്ലേ ഉള്ള ഒറ്റ സംഖ്യകളുടെ സമ്മ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ഒറ്റ സംഖ്യകളിൽ 1 ഉണ്ട്, ദെൻ 3 ഉണ്ട്, ദെൻ 5 ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു സമ്മ് കാണാനുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ 3 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തത് അല്ലേ. ഒന്ന് A ആണ്. A എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് നമ്പർ അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് നമ്പർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനീഷ്യലി A എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട് അല്ലേ, സമ്മ്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ നമ്പേഴ്സിനെ സം ചെയ്തത് സ്റ്റോർ ചെയ്യാനാണ് സം എന്ന് പറഞ്ഞ വേരിയബിൾ. ഇനീഷ്യലി സം എന്തായിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തത്? 0 ആയിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് N ആണ് അല്ലേ. N എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അതെന്താണ്? നമ്മളുടെ ലിമിറ്റ് ആണ് അല്ലേ. അവിടെ ഇപ്പോൾ 1 3 5. അപ്പോൾ ലാസ്റ്റ് നമ്പർ എത്രയാണ്? എൻ്റെ നമ്പർ എത്രയാണ്? 5 അല്ലേ. അപ്പോൾ ആ 5 ആണ് എന്ത് ചെയ്യാം? ഇവിടുത്തെ ലിമിറ്റ്. സോ A ആയി, സം ആയി, N ആയി.
ഇനി നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. സോ ഇനീഷ്യൽ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ദെൻ A1 സമ്മ് 0. ദെൻ ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യില്ലേ, ആ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ എത്രയാണ് 5 അല്ലേ. അപ്പോൾ 1 മുതൽ 5 വരെ ആയിട്ട് നമ്മൾ 5 ഇൻപുട്ട് ചെയ്യും. ഇനി നമ്മൾ കണ്ടീഷൻ നോക്കൂ അല്ലേ. ഇവിടെ നോക്കുക, എ ഗ്രേറ്റർ ദാൻ n അല്ലേ. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ എ എത്രയാണ് വരുന്നത് 1 ആണ് അല്ലേ. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ എന്താണ് n എത്രയാ 5 ആണ് അല്ലേ. അപ്പോൾ അത് ശരിയാണെങ്കിൽ, ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, സമ്മ് പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. സോ നമുക്കറിയാം 1 ഗ്രേറ്റർ ദാൻ 5 അല്ല, അപ്പോൾ ഫാൾസ് ആണ് അല്ലേ. അപ്പോൾ ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, സമ്മ് ഈക്വൽ ടു സം പ്ലസ് എ. അപ്പോൾ സമ്മ് എത്രയാ ആദ്യം, സമ്മ് 0 അല്ലേ. അപ്പോൾ അതിനോട് എ കൂട്ടി നമുക്ക് എത്ര കിട്ടും, 0 + 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ ഈക്വൽ ടു A+2. അപ്പോൾ കറന്റ്ലി എന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം അല്ലേ, അവിടെ 1 ആണ് അല്ലേ. അപ്പോൾ 1 + 2 എത്ര എന്റെ വാല്യൂ കിട്ടുക, നമുക്ക് 3 ആണ് കിട്ടുക. സോ നമുക്ക് എ ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ സമ്മ് ഈക്വൽ ടു 1 കിട്ടി, എ ഈക്വൽ ടു 3 കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, വീണ്ടും അല്ലേ, ഈസ് എ ഗ്രേറ്റർ ദാൻ n. അപ്പോൾ നമ്മളുടെ എ എത്ര വരുന്നത്, ഇപ്പോൾ എ നമുക്ക് ഇവിടെ 3 അല്ലേ. സോ ഇനി നോക്കുക 3 ഗ്രേറ്റർ ദാൻ 5 അല്ലേ. അപ്പോൾ നമുക്ക് സമ്മ് എന്ത് കിട്ടും, സമ്മ് എത്ര കിട്ടുക, സമ്മ് ഈക്വൽ ടു എന്താണ്, സം പ്ലസ് എ ആണല്ലേ. അപ്പം നേരത്തെ സം എത്ര 1 ആണ്. ദെൻ എ എത്രയാണ് 3 ആണ്. സോ 1 + 3 നമുക്ക് എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. വീണ്ടും അല്ലേ എ ഈക്വൽ ടു എന്താവും, A+2 അല്ലേ. അപ്പോൾ 3 + 2 അത് 5 ആയി. വീണ്ടും ഇതേപോലെ ചെക്ക് ചെയ്യൂ അല്ലേ. അപ്പോൾ എന്താണ് 5 ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണ് അല്ലേ. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഒക്കെ ആണെങ്കിൽ ട്രൂ ആയിരുന്നു. ഇത് 5 ഗ്രേറ്റർ ദാൻ 5 അല്ലേ. അപ്പോൾ സം എന്താ കിട്ടുക, സം ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് 4 + 5 കിട്ടും അല്ലേ. അപ്പോൾ 9 കിട്ടും. ദെൻ എന്റെ വാല്യൂ എന്താവും, 7 ആവും. ദെൻ പിന്നെ നോക്കുക അല്ലേ, 7 ഗ്രേറ്റർ ദാൻ എന്താണ് n എത്ര 5 അല്ലേ. അപ്പോൾ കണ്ടീഷൻ എന്തായി, കണ്ടീഷൻ ട്രൂ ആയി. അപ്പോൾ ട്രൂ ആകുമ്പോൾ എന്ത് ചെയ്യും, സമ്മ് പ്രിന്റ് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സമ്മ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ സമ്മ് എത്ര നമുക്ക് കിട്ടിയത് 9 അല്ലേ. അപ്പം സമ്മ് 9 നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. നമുക്ക് നോക്കുക അല്ലേ, 1 3 5 കൂട്ടി നമുക്ക് എത്ര കിട്ടുക, 9 ആണ് കിട്ടുക. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ സം ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് അല്ലേ ഇൻ എ ഗിവൺ സെറ്റ് ഓഫ് നമ്പറിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. ഇനി നമുക്ക് 1s കോംപ്ലിമെന്റും 2s കോംപ്ലിമെന്റും വെച്ചുള്ള അഡീഷനും സബ്ട്രാക്ഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1s കോംപ്ലിമെന്റ് ഉപയോഗിച്ചിട്ടുള്ള അഡീഷനും സബ്ട്രാക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഡീഷൻ ഓഫ് പോസിറ്റീവ് നമ്പർ വിത്ത് എ നെഗറ്റീവ് നമ്പർ. നമുക്ക് അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പറും ചെയ്യാം, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കേസിൽ ഒരു നമ്പർ പോസിറ്റീവ് നമ്പറും ഒരു നമ്പർ നെഗറ്റീവ് നമ്പറാണ്. സപ്പോസ് ഇപ്പം 5 പോസിറ്റീവും 2 നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 + -2 എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്താ ശരിക്കും കിട്ടുന്നത്, അത് സബ്ട്രാക്ഷനും കൂടിയാണ് കിട്ടുന്നത് അല്ലേ. അത് 5 + -2 പറഞ്ഞാൽ ശരിക്കും എന്ത് കിട്ടും, 5 - 2 = 3 എന്നാണ് നമുക്ക് കിട്ടുക ശരിക്കും അല്ലേ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഒരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും എടുക്കുമ്പോൾ അത് നമുക്ക് എവിടെയും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും, സബ്ട്രാക്ഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ അഡീഷൻ്റെ റൂൾ പഠിച്ചാൽ നമുക്ക് എവിടെയും അപ്ലൈ ചെയ്യാം, അത് സബ്ട്രാക്ഷനിലും അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം അല്ലേ, നമുക്ക് എക്സാമ്പിൾ എന്താണ്, 1101 അതുപോലെ തന്നെ -1001 ആണ്. 1s കോംപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ അഡീഷനാണ് നമ്മളോട് പെർഫോം ചെയ്യാൻ പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് കാണണം, നെഗറ്റീവ് നമ്പറിന്റെ 1s കോംപ്ലിമെന്റ് കാണണം. അപ്പൊ നെഗറ്റീവ് നമ്പർ ഏതാണ്, ഇതാണ് അല്ലേ, -1001. അപ്പൊ ഇതിന്റെ 1s കോംപ്ലിമെന്റ് എടുത്ത് എങ്ങനെ വരിക, 1 0 ആവും, 0 1 ആവും, ദെൻ 0 1 ആവും, 1 0 അല്ലേ. അതായത് ഈ ഒരു 1 0 ആവും, ഈ 0 എന്താവും 1 ആവും, ഈ 0 1 ആവും, ഈ 1 0. ഇങ്ങനെ 1s കോംപ്ലിമെന്റ് കാണാം. സോ 1s കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് എത്ര കിട്ടും, 0 1 1 0 അല്ലേ. ഇതാണ് 1s കോംപ്ലിമെന്റ്. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു 1 1 0യും ഈ 0 1 1 0യും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നോ ആഡ് ബോത്ത് നമ്പർ. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ക്യാരി കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കുക, ആഡ് ചെയ്യുമ്പോൾ ഒരു ക്യാരി വരുന്നത്, ഈ ക്യാരി എന്ത് ചെയ്യുക, ഈ LSBയിലേക്ക് ആഡ് ചെയ്യുക. സോ ഈ ഒരു ക്യാരി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ എന്ത് ആൻസർ കിട്ടും, 0 1 0 0 എന്ന് കിട്ടും. സോ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ അല്ലേ നെഗറ്റീവ് നമ്പറിന്റെ 1s കോംപ്ലിമെന്റ് എടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് പോസിറ്റീവ് നമ്പർ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ വരുന്ന ക്യാരി എന്ത് ചെയ്യും, നമ്മൾ LSB ആയിട്ട് ആഡ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, 1s കോംപ്ലിമെന്റിന്റെ അഡീഷൻ വരിക. നെക്സ്റ്റ് എന്താണ്, സബ്ട്രാക്ഷൻ യൂസിങ് 1s കോംപ്ലിമെന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മൈന്യൂറ്റും കാണാൻ പറ്റും, സബ്സ്ട്രാൻഡും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1s കോംപ്ലിമെന്റ് എടുക്കുക, സബ്സ്ട്രാൻഡിന്റെ 1s കോംപ്ലിമെന്റ് എടുക്കുക അല്ലേ. അപ്പോൾ 0 0 1 1 1ന്റെ 1s കോംപ്ലിമെന്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 1 1 0 0 0 എന്ന് കിട്ടും അല്ലേ. ദെൻ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് സം ചെയ്യാം. സോ 1 0 1 0 1ഉം 1 1 0 0യും സം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 1 0 1 1 0 1 എന്ന് കിട്ടും.
ഇനി ഇവിടുത്തെ കേസ് എന്ത് ചെയ്യുക, നമുക്കൊരു ക്യാരി കാണുന്നില്ലേ, ഈ ക്യാരി എന്ത് ചെയ്യുക, ഈ എൽ എസ് ബി ആയിട്ട് ആഡ് ചെയ്യുക, ഈ ക്യാരി എന്ത് ചെയ്യുക, ഈ എൽ എസ് ബി ആയിട്ട് ആഡ് ചെയ്യുക. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0,111,0 എന്ന് കിട്ടും, 0,111,0. സോ നമ്മളിവിടെ എന്താ ചെയ്തത്, ആദ്യം സബ്സ്ട്രാൻഡിന്റെ 1s കോംപ്ലിമെന്റ് കാണും, എന്നിട്ട് എന്ത് ചെയ്യും, സമ്മ് ചെയ്യും. സോ സമ്മ് ചെയ്ത് കിട്ടുന്ന ക്യാരി എന്ത് ചെയ്യും, എൽ എസ് ബി ആയിട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, 2s കോംപ്ലിമെന്റ് ഉപയോഗിച്ചിട്ടുള്ള അഡീഷൻ അല്ലേ. അപ്പൊ ഇവിടെയും നമ്മളൊരു പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പർ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ എടുക്കുമ്പോൾ അത് ഇൻഎഫക്റ്റിൽ എന്താണ്, നമുക്ക് സബ്ട്രാക്ഷനിലും ഇതേ റൂൾ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ നെഗറ്റീവ് നമ്പറിന്റെ എന്ത് ചെയ്യുക, 2s കോംപ്ലിമെന്റ് കാണാം. അപ്പൊ 2s കോംപ്ലിമെന്റ് എങ്ങനെ കാണാം, 1s കോംപ്ലിമെന്റ് കണ്ടിട്ട് അതിനോട് 1 ആഡ് ചെയ്യുക. സോ 2s കോംപ്ലിമെന്റ് നമുക്ക് എന്ത് കിട്ടും, 0,111 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, സമ്മ് ചെയ്യുക. അപ്പൊ സമ്മ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 1,0,1,0,0 എന്ന് കിട്ടും. ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്യാരി ഡിസ്കാർഡ് ചെയ്യുക. നേരത്തെ നമ്മൾ എൽ എസ് പിയിലായിട്ട് ക്യാരി ആഡ് ചെയ്യും, ഇവിടെ ഈ ഒരു ക്യാരി ഇല്ലേ അതങ്ങ് ഡിസ്കാർഡ് ചെയ്യും. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 0,1,0,0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നെഗറ്റീവ് നമ്പറിന്റെ 2s കോംപ്ലിമെന്റ് കാണും, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ക്യാരി എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. ദെൻ സബ്ട്രാക്ഷന്റെ കേസിൽ എന്താണ്, നമ്മൾ സബ്സ്ട്രാൻഡിന്റെ 2s കോംപ്ലിമെന്റ് കാണും അല്ലേ. സോ സബ്സ്ട്രാൻഡിന്റെ 2s കോംപ്ലിമെന്റ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 1,1,0,0,1 എന്ന് കിട്ടും അല്ലേ. ദെൻ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1,0,1,1,0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ക്യാരി കാണാൻ പറ്റും അല്ലേ. അപ്പൊ ഈ ഒരു കേസിൽ എന്ത് ചെയ്യുക, നമ്മൾ ക്യാരി ഡിസ്കാർഡ് ചെയ്യാം. സോ ഇവിടെ ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലേ. 1s കോംപ്ലിമെന്റ് കേസിൽ നമ്മൾ എന്താണ്, എൽ എസ് ബി ആഡ് ചെയ്യും ക്യാരി, എന്നാൽ 2s കോംപ്ലിമെന്റ് കേസിൽ എന്ത് ചെയ്യും, ക്യാരി ഡിസ്കാർഡ് ചെയ്യാം. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 0,111,0 എന്ന് കിട്ടും. ഇനി അടുത്തൊരു ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ത്, ടൈപ്സ് ഓഫ് ഡിജിറ്റൽ കോഡ്സ് അല്ലേ. 5 ടൈപ്പ് ഡിജിറ്റൽ കോഡ്. അതിൽ ഫസ്റ്റ് വൺ ആണെന്ത്, BCD. ഡെസിമൽ നമ്പറിനെ ബൈനറി കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ കോഡാണെന്ത്, ബൈനറി കോഡഡ് ഡെസിമൽ. അപ്പൊ ഇവിടെ 0 മുതൽ 9 വരെയുള്ള ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് കോഡ് വെച്ചിട്ടാണെന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു 37 എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, 0011 0,111 അല്ലേ. അപ്പൊ 0011 എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. ദെൻ 0,111 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 7 ആണ്. നെക്സ്റ്റ് ആസ്കി അല്ലേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ആസ്കി 7 അല്ലെങ്കിൽ 8 ബിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണ്. 7 ബിറ്റ് ആസ്കി ആണെന്ത്, സ്റ്റാൻഡേർഡ് ആസ്കി. ഇത് ഉപയോഗിച്ചിട്ട് 128 ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഈ 128 കിട്ടുക, 2�7 ചെയ്യുമ്പോൾ. അടുത്തത് EBCD IC അല്ലേ, എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. IBM ഡെവലപ്പ് ചെയ്ത ഒരു 8 ബിറ്റ് ആൽഫ ന്യൂമറിക് കോഡാണെന്ത്, EBCD IC. ഇത് ഉപയോഗിച്ച് നമുക്ക് 256 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. IBM മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിലാണ് ശരിക്കും എന്ത്, EBCD IC മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അടുത്താണ് ഗ്രേ കോഡ് അല്ലേ. ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ സീക്വൻസിനാണ് ഗ്രേ കോഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ റിഫ്ലക്റ്റഡ് ബൈനറി കോഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഗ്രേ കോഡ് ഒരു ലൈറ്റ് വെയിറ്റ് കോഡാണ്. കാരണം എന്താണ്, ഇത് പൊസിഷൻ സ്പെസിഫൈ ചെയ്യുന്ന ഡിജിറ്റിന്റെ വാല്യൂന് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അഞ്ചാമത്താണ് XS3 കോഡ് അല്ലേ. ഒരു ഡിജിറ്റിന്റെ BCD കോഡിന്റെ കൂടെ 0011 അതായത് ഡെസിമൽ 3 എന്ന ഡിജിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു 4 ബിറ്റ് കോഡാണെന്ത്, XS3 കോഡ്. നമുക്കറിയാം ഡെസിമൽ 2 എന്താണ് ശരിക്കും 0010 അല്ലേ. അതിന്റെ കൂടെ ഈ ഒരു XS3 കോഡായ 0011 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 0101. ഇതാണ് XS3 കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഗെറ്റ് ആൻഡ് പോസ്റ്റ് മെത്തേഡ് ആണ്. നമുക്കറിയാം ഗെറ്റ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇൻഫർമേഷൻ ഒക്കെ എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. എന്നാൽ പോസ്റ്റ് മെത്തേഡിന്റെ കേസിൽ എല്ലാവർക്കും എന്തില്ല, ഇൻഫർമേഷൻസ് വിസിബിൾ അല്ല. ദെൻ ഗെറ്റ് മെത്തേഡിന്റെ കേസിൽ നമുക്ക് ഇൻഫർമേഷൻ ടൈറ്റിൽ ബാറിലെ, അതായത് നമ്മളുടെ ബ്രൗസറിന്റെ ഒക്കെ ടാബ് ഇല്ലേ അതിൽ കാണാൻ കഴിയും. അത് കൂടാതെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന വെബ് അഡ്രസ്സിൽ ഡാറ്റയും എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പോസ്റ്റ് മെത്തേഡിൽ ടൈറ്റിൽ ബാറിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ദെൻ ഗെറ്റ് മെത്തേഡിൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ സെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് 2000 ക്യാരക്ടേഴ്സ് വരെയുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്നാൽ പോസ്റ്റ് മെത്തേഡിന്റെ കേസിൽ 8 MB വരെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയും. ദെൻ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ആയ യൂസർ നെയിം, പാസ്വേഡ്, ബാങ്ക് ഡീറ്റെയിൽസ് അല്ലേ തുടങ്ങിയവയൊന്നും നമ്മൾ ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സെൻഡ് ചെയ്യുന്നില്ല.
എന്നാൽ ഈ സെൻസിറ്റീവ് ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാനാണ് ശരിക്കും പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് HTML ടേബിൾ ടാഗും ആട്രിബ്യൂട്ട് ആണ്. അപ്പോൾ നമ്മൾ ടേബിൾ എന്ന് പറഞ്ഞൊരു ടാഗ് ബേസ്ഡ് ആണ് എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഡിഫൈൻ ചെയ്ത TH അല്ലേ, അതായത് ടേബിളിൽ നമുക്ക് കുറേ ഫീൽഡുകൾ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന ടേബിൾ എടുക്കുകയാണെങ്കിൽ നെയിം, ഏജ് അല്ലേ, അങ്ങനത്തെ ഫീൽഡുകളെ നമുക്ക് ഒന്ന് ബോൾഡ് ആക്കി കാണണം. അതിനാണ് നമ്മൾ TH അല്ലേ, ടേബിൾ ഹെഡ് എന്ന ടാഗ് ഉപയോഗിക്കാം. ദെൻ TR അത് ടേബിൾ റോ ആണല്ലേ, ടേബിളിലെ ഒരു റോ ഡിഫൈൻ ചെയ്യാനാണ് TR ഉപയോഗിക്കുക. ദെൻ ടേബിളിലെ റോയിൽ നമുക്ക് ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റ ഡിഫൈൻ ചെയ്യാനാണ് TD എന്ന ടാഗ് ഉപയോഗിക്കുക, അതായത് ടേബിൾ ഡാറ്റ. ദെൻ നമുക്ക് ടേബിളിന് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ അല്ലേ, അതായത് ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് എന്ത് ക്യാപ്ഷൻ എന്ന ടാഗ് ഉപയോഗിക്കാം. ദെൻ ഈ ടാഗിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയാം. സോ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് സെൽ സ്പേസിംഗ് അല്ലേ, സെൽസ് തമ്മിലെ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ടേബിൾ സെൽ സ്പേസിംഗ്. ദെൻ സെൽ പാഡിംഗ് അല്ലേ, അതായത് നമ്മുടെ ബോർഡറിന് ടേബിളിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രത്തോളം വേണം അത് ഡിഫൈൻ ചെയ്യാനാണ് സെൽ പാഡിംഗ് ഉപയോഗിക്കാം. ദെൻ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ സെറ്റ് ചെയ്യാം അല്ലേ, 0, 1, 2 നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടേബിളിന് ബോർഡർ സെറ്റ് ചെയ്യാം. ദെൻ അലൈൻമെന്റ് സെറ്റ് ചെയ്യാം അല്ലേ, നമുക്ക് ടേബിളിനെ സെന്ററിലോ ലെഫ്റ്റിലോ റൈറ്റിലോ ഒക്കെ അലൈൻ ചെയ്യാൻ പറ്റും. ദെൻ കോളം സ്പാനും റോ സ്പാനും അല്ലേ, നമുക്ക് 1-2 കോളം വേണമെങ്കിൽ നമുക്ക് മെർജ് ചെയ്യാം, അല്ലെങ്കിൽ 1-2 റോ വേണമെങ്കിൽ നമുക്ക് മെർജ് ചെയ്യാം. അതിനാണ് കോളം സ്പാനും റോ സ്പാനും ഉപയോഗിക്കുക. ഇനി ഈ ടേബിളായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ അതിന്റെ കോഡ് എഴുതണം. ഇവിടെ ഞാൻ ഹെഡ് ടാഗോ അല്ലെങ്കിൽ ബോഡി ടാഗോ ഒന്നും റെപ്രസെന്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു കണ്ടന്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ HTML ഓപ്പൺ ചെയ്യുക, ദെൻ ഹെഡ്, ദെൻ ടൈറ്റിൽ, ദെൻ ബോഡി, അതിന് ശേഷമാണെന്ത് ഈ ഒരു കോഡ് എഴുതേണ്ടത്. സോ നമുക്ക് ഈ ഒരു ടേബിൾ കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് എത്ര റോ കാണാൻ പറ്റുന്നുണ്ട്, 3 റോ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ റോ വൈസ് ആയിട്ടാണ് എന്ത് ചെയ്യാം, ഈ ഒരു ടേബിൾ ഡിഫൈൻ ചെയ്യാം. സോ ഫസ്റ്റ് റോ അല്ലേ, ഇതാണെന്ത് ഫസ്റ്റ് റോ. ഇവിടെ നോക്കുക, ഈ ആദ്യത്തെ 2 ഫീൽഡ് ഈ സീരിയൽ നമ്പറും നെയിം എന്താണ്, ബോൾഡ് ആണ്. സോ ഇതിൽ നമ്മൾ TH ലാണ് എന്ത് ഡിഫൈൻ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മളൊരു ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യും, ഒരു ബോർഡർ സെറ്റ് അല്ലേ, 1 എന്നൊരു ബോർഡർ നമ്മൾ സെറ്റ് ചെയ്ത്, ദെൻ ഫസ്റ്റ് അല്ലേ, ഇതാണ് ഫസ്റ്റ് റോ. സോ ഈ ഒരു ഫസ്റ്റ് റോ അതാണ് TR, അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ 2 വാല്യൂ അല്ലേ, സീരിയൽ നമ്പറും നെയിമും. സോ ഫസ്റ്റ് TH അല്ലേ, ടേബിൾ ഹെഡ്, അതിൽ സീരിയൽ നമ്പർ കൊടുക്കുക, ആ ടാഗ്. ദെൻ അടുത്ത TH ഓപ്പൺ ചെയ്യുക, നെയിം കൊടുക്കുക, ടാഗ് ക്ലോസ് ചെയ്യുക. സോ ഈ ഒരു സീരിയൽ നമ്പറും നെയിമായി. ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യുക, റോ ക്ലോസ് ചെയ്യുക. സോ ഏതൊരു ടാഗ് ഓപ്പൺ ചെയ്താലും അതിവിടെ ക്ലോസ് ചെയ്യുക. ദെൻ അടുത്ത അല്ലേ, ഈ ഒരു റോ ഓപ്പൺ ചെയ്യാണ്, അപ്പോൾ TR ഓപ്പൺ ചെയ്ത് അതിൽ ഡാറ്റ അല്ലേ TD, അത് 1 കൊടുത്തു. അതായത് ഇനി വരുന്നൊക്കെ നമുക്ക് TD കൊടുത്താൽ മതി, അതായത് നമുക്ക് ബോൾഡ് ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ TD കൊടുത്താൽ മതി. സോ ടേബിൾ ഡാറ്റ അത് 1 കൊടുത്ത്, അടുത്ത എന്താണ് ജോൺ ആണ് അല്ലേ. സോ അടുത്ത TD ജോൺ കൊടുത്ത് ആ റോ ക്ലോസ് ചെയ്ത്, ദെൻ അടുത്ത റോ ഓപ്പൺ ചെയ്യാണ്, ദെൻ വാല്യൂ 2 കൊടുക്കുകയാണ്, ജെയിംസ് കൊടുക്കുകയാണ്, റോ ക്ലോസ് ചെയ്യുക, ടേബിൾ ക്ലോസ് ചെയ്യുക, ഇനി ബോഡി ക്ലോസ് ചെയ്യാണ്ടാവും, HTML ക്ലോസ് ചെയ്യാണ്ടാവും. എങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ HTML ഒരു ടേബിൾ ഡിഫൈൻ ചെയ്യാം. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസ് സെലക്ടർ അല്ലേ. CSS ക്ലാസ് സെലക്ടറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പീരീഡ് ക്യാരക്ടറിന് ശേഷം വരുന്ന ഒരു ക്ലാസ് നെയിം ആണ്. ക്ലാസ് ആട്രിബ്യൂട്ട് വെച്ചാണ് ഇത് എല്ലാ എലമെന്റ്സിനെയും സെലക്ട് ചെയ്യുന്നത്. സോ മറ്റ് എലമെന്റുകൾക്ക് അഫക്റ്റ് ചെയ്യാതെ സ്പെസിഫിക് എലമെന്റുകൾക്ക് യുണീക്ക് CSS ഡിക്ലറേഷൻസ് അപ്ലൈ ചെയ്യാൻ ഇവിടെ കഴിയും. അടുത്തത് സ്യൂഡോ ക്ലാസസ് അല്ലേ. സെലക്റ്റഡ് എലമെന്റ്സിന്റെ സ്പെഷ്യൽ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാൻ സെലക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കീവേഡ് ആണെന്ത് സ്യൂഡോ ക്ലാസസ്. സ്യൂഡോ ക്ലാസസിന് ഒരു എക്സാമ്പിൾ ആണ് ഹവർ ക്ലാസ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ബട്ടൺ സെലക്ട് ചെയ്യാൻ കഴിയും. അതായത് യൂസറുടെ പോയിന്റർ ഒരു ബട്ടണ് മേലെ ഹവർ ചെയ്യുമ്പോൾ നമുക്ക് സെലക്റ്റഡ് ബട്ടണിന് ഒരു സ്റ്റൈല് അപ്ലൈ ചെയ്യാൻ കഴിയും. പോയിന്റർ ഹവർ ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരുന്ന ഒരു ബട്ടന്റെ കോഡാണെന്ത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു essay ക്വസ്റ്റ്യൻ ആണ്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അപ്പൊ ഇതാണ് ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ ഇതിലെ കമ്പോണൻസ് ആണ് റാൻഡം ആക്സസ് മെമ്മറി, CPU അല്ലേ, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്. സോ ഓരോ കമ്പോണന്റിനും ഒരു ബ്രീഫ് ഡീറ്റെയിൽ എന്താണെന്ന് നോക്കാം. സോ വിശദമായ ക്ലാസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ മാത്രമാണ് തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU അല്ലേ. അപ്പൊ നമുക്ക് CPU അരിത്തമാറ്റിക് യൂണിറ്റ് ഉണ്ട്, ലോജിക് യൂണിറ്റ് ഉണ്ട്, പിന്നെ കൺട്രോൾ യൂണിറ്റും ഉണ്ട്. അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ തുടങ്ങിയവയാണ് അരിത്തമാറ്റിക് യൂണിറ്റ് ചെയ്യുന്നത്. എന്നാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയ കമ്പാരിസൺ, സെലക്ഷൻ തുടങ്ങിയവയൊക്കെയാണ് ലോജിക് യൂണിറ്റ് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ മെമ്മറി യൂണിറ്റ് അല്ലേ, ഇൻസ്ട്രക്ഷൻസും ഡാറ്റയും ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോറേജ് ആണ് ശരിക്കും മെമ്മറി യൂണിറ്റ്. ദെൻ CPU
ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണെന്ത് റാൻഡം ആക്സസ് മെമ്മറി. ദെൻ യൂസറുടെ അടുത്ത് നിന്ന് ഇൻപുട്ടൊക്കെ സ്വീകരിച്ച് അതിൻ്റെ റിസൾട്ട് യൂസർക്ക് ഡിസ്പ്ലേ ചെയ്യുന്ന ഡിവൈസസ് ആണെന്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലേ. ഏതൊക്കെയാണ് വരിക? കീബോർഡ്, മൗസ്, പ്രിന്റർ, പ്രൊജക്ടർ, സ്കാനർ, ക്യാമറ അല്ലേ. അതുപോലെ ഒരുപാട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ദെൻ അടുത്ത എസ്സേയിൽ നമുക്ക് 5ഓളം ടോപ്പിക് നോക്കാണ്ട്. ഫസ്റ്റ് വൺ വേൾഡ് വൈഡ് വെബ് അല്ലേ. വെബ് സെർവറിൽ സ്റ്റോർ ചെയ്ത വെബ് പേജസ് അല്ലെങ്കിൽ വെബ്സൈറ്റുകളുടെ കളക്ഷനാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. വെബ്സൈറ്റിലെ കണ്ടന്റുകളാണ് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എക്സെട്ര. അപ്പം ഇന്റർനെറ്റും കമ്പ്യൂട്ടർ ബേസ്ഡ് യൂസേഴ്സിന് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നു വെബ്സൈറ്റിലെ കണ്ടന്റുകളൊക്കെ ആക്സസ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്താണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റൂൾസിനാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓരോ പ്രോട്ടോകോളും ഓരോ ലെയർ അല്ലെങ്കിൽ ലെവലിലാണ് ഉണ്ടാവുക. അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു പ്രോട്ടോകോൾ ആണെന്ത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഒരു ക്ലയന്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പ്രോട്ടോകോൾ ആണെന്ത് HTTP അല്ലേ. ഇവിടെ നമുക്കൊരു ക്ലയന്റ് കാണാൻ പറ്റും, ഇവിടെ ഒരു സെർവർ കാണാൻ പറ്റും. സോ ക്ലയന്റ് എന്ത് ചെയ്യാണ്? ഒരു വെബ് പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും, സെർവർ അല്ലേ ആ വെബ് പേജ് പ്രോസസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? റെസ്പോൺസ് തിരിച്ചയക്കും. അടുത്താണ് DNS അല്ലേ. DNS എന്നാൽ എന്താണ്? ഡൊമൈൻ നെയിം സിസ്റ്റം ആണ് അല്ലേ. അതായത് ഡൊമൈൻ നെയിമിനെ IP അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണെന്ത് DNS. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ www.example.com എന്ന് പറഞ്ഞ ഡൊമൈനിലെ അപ്പോൾ ഇതിനെ അതിൻ്റെ കറസ്പോണ്ടിങ് IP-യിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക DNS ആയിരിക്കും അല്ലേ. ഈ ഒരു IP-യിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ആരാണ്? DNS എന്ന സർവീസാണ്. ദെൻ CSS അല്ലേ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. ഒരു വെബ് പേജിന് നല്ല അട്രാക്റ്റീവ് ലുക്കും ഫോർമാറ്റിംഗ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനുള്ള സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണെന്ത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. CSS ഡെവലപ്പ് ചെയ്തത് വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യാണ്. സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് വർക്കും ടൈമും ഒക്കെ സേവ് ചെയ്യാൻ കഴിയും. ദെൻ എസ്സേയിലെ ലാസ്റ്റ് പോയിന്റ് ആണ് വെബ് ബ്രൗസർ. ടെക്സ്റ്റ്, ഡാറ്റ, പിക്ചേഴ്സ്, വീഡിയോസ് അല്ലേ തുടങ്ങിയവ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും വെബ് ബ്രൗസർ. അപ്പം നമ്മൾ ബ്രൗസറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേൾഡ് വൈഡ് വെബിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു URL സപ്പോസ് ഇപ്പം www.gmail.com എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മൾ വിചാരിച്ച സൈറ്റിലേക്ക് എന്ത് ചെയ്യും? നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാർട്ട് ബിയിൽ പഠിക്കാനുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും വിശദമായിട്ട് ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഈ ഒരു ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നത്. സോ എല്ലാവരും എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ അത് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ വിജയാശംസകൾ.